വന്നെടുത്തു. വ്യാഴാഴ്ച 1-ാം തീയതി, ചൊവ്വാഴ്ച കർക്കിടക സംക്രാന്തി. പണ്ടൊക്കെ ഞങ്ങളുടെ അച്ഛമ്മയൊക്കെ കർക്കിടക സംക്രാന്തി ആകുമ്പോഴേക്കും പറയും, അമ്മമാരെ മക്കൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കണം, മുറ്റത്തെ പുല്ലൊക്കെ പറിക്കണം, നമുക്ക് പൊട്ടീനെ കളയണ്ടേ, ദേവീനെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുത്തണ്ടേ, ലക്ഷ്മി ദേവീനെ വരുത്തണ്ടേ നമുക്ക്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അച്ഛമ്മ തന്നെ ചെയ്യാം. അച്ഛമ്മ അത് കൊണ്ടുപോകുമ്പോൾ പൊട്ടിയും മക്കളും ഭഗവതി മക്കളും കയറുമെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ പിന്നാലെ പോവും. അച്ഛന്മാരെ പിന്നാലെ ഇട്ട് 3 കോടിയെ വഴിയിൽ കൊണ്ടുപോയിട്ട് അത് ഇട്ടിട്ട് പോരും തിരിഞ്ഞു നോക്കാണ്ട്. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. പണ്ടൊക്കെ അച്ഛമ്മമാരൊന്നും അമ്പലങ്ങളിലൊക്കെ യാത്ര കുറവായിരുന്നു. കയ്യിൽ പൈസയൊന്നും അവരുടെ കയ്യിലുണ്ടാവില്ലല്ലോ. ഇപ്പോഴൊക്കെ ഈ കർക്കിടക മാസമായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തിപരമായിട്ടുള്ള മാർഗങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ആൾക്കാരിൽ വന്നു തുടങ്ങിയതിനും കൂടി ദുഷിച്ച ചിന്തകളാണ് കൂടി വന്നത്. പണ്ട് അച്ചാച്ചൻ പറയും, ഉപ്പുമാങ്ങയൊക്കെ ഭരണിയിലാക്കുമ്പോഴൊക്കെ പറയും, മാങ്ങക്കാലത്ത് മാങ്ങ പൊട്ടിച്ച് ഭരണിയിലാക്കുമ്പോൾ പറയും, കർക്കിടക മാസത്തിൽ എടുക്ക മക്കളെ, കർക്കിടക മാസം പഞ്ഞമാസം. ചെത്തുകാരായതുകൊണ്ട് മഴയും കാറ്റും വെയിലൊക്കെ കൊണ്ട് അച്ചാച്ചനും പാപ്പനും തെങ്ങിൽ ചെത്താൻ കയറും. അവർക്ക് എത്ര പനി വന്നാലും വിഷമങ്ങൾ വന്നാലും അവർക്ക് ലീവില്ല. അവർക്ക് ചെത്താണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മഴയും കാറ്റും വെയിലൊക്കെ കൊള്ളുമ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് പാപ്പൻ. എല്ലാവരും വീടിൻ്റെ ഉള്ളിലിരിക്കും, അവർ തെങ്ങിൻ്റെ മുകളിൽ കയറി പണിയെടുക്കും. കർക്കിടക മാസമൊക്കെ വരുമ്പോൾ മിക്ക വീടുകളിലും ബുദ്ധിമുട്ടുകളൊക്കെ ആവും. ഇപ്പോഴാണെങ്കിലോ പല ഭക്ഷണങ്ങൾ ഒരുക്കണതാണ് ഇപ്പോഴത്തെ കൂടുതൽ. ഇറച്ചിയും മീനും സാധനങ്ങളൊക്കെ ഒരുക്കുക, ഭക്ഷണം കഴിക്കുക, സുഖമായി കിടന്നുറങ്ങുക. ബലിയിടാൻ പോകാൻ പോലും ആൾക്കാർക്ക് നേരമില്ല. പണ്ടൊക്കെ ബലി ഇട്ടിരുന്നു ആൾക്കാർ. വീടുകളിലാണ് ബലി വെച്ചിരുന്നത്. അത് തലേന്ന് ദിവസം ഒരിക്കലൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മുടെ മരിച്ചു പോയ ആത്മാക്കൾക്കൊക്കെ വീത് വെച്ച് ആ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കും അല്ലേ. എൻ്റെ പാപ്പനാണ് അത് കൂടുതൽ കഴിച്ചത്. പാപ്പൻ വേഗം പോവുകയും ചെയ്തു. ആ കാലങ്ങളൊക്കെ ഓർക്കുമ്പോൾ വിഷമം തോന്നുക. അപ്പോൾ ഒരു കർക്കിടകം കൂടി വന്നു. നമ്മളെല്ലാവരും ഒത്തുപിടിച്ച് നമ്മുടെ വീടുകളൊക്കെ സന്തോഷവും സമാധാനവും നിലനിൽക്കാനായിട്ട് രാമനാമ മന്ത്രം ജപിച്ചുകൊണ്ട് ഈ കർക്കിടക 30 നമുക്ക് സന്തോഷത്തിൻ്റെ മാസങ്ങളായി ഔഷധക്കഞ്ഞികളും മരുന്നുകളൊക്കെ കഴിച്ച് ശരീരം ആരോഗ്യമൊക്കെ ഉഷാറോടുകൂടി കൊണ്ടുപോകാനായിട്ട് നല്ല നല്ല ഔഷധങ്ങളൊക്കെ കഴിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക, മരണങ്ങളൊക്കെ കുറവായിരിക്കട്ടെ. കർക്കിടക മാസമാകുമ്പോൾ പേടിയാണ്. ഒരുവിധം ആൾക്കാരൊക്കെ വയസ്സായവരൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കർക്കിടക മാസം നമുക്ക് നല്ലതായിരിക്കട്ടെ. അപ്പോൾ 1-ാം തീയതി തൊട്ട് നമ്മൾ നല്ല നല്ല ചിന്തകളോടുകൂടി ഈ പുണ്യമാസം നമ്മൾ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാവട്ടെ. ഹരേ കൃഷ്ണ. ഒരുപാട് ഓർമ്മകളുണ്ട്. നമ്മുടെ കാരണന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നതും അവർ പ്രവർത്തിച്ച് കാട്ടിച്ചതൊക്കെ നമുക്കൊരുപാട് നല്ല നല്ല ഓർമ്മകളാണ് കർക്കിടക മാസം വരുമ്പോൾ അല്ലേ. കുറ്റിച്ചാന്തരയ്ക്കലും കുളി കഴിഞ്ഞ് പൂവാങ്കുറുന്നിലൊക്കെ മുടിയിൽ ചൂടലും അത് ഇട്ട് സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ വല്ലാത്തൊരു സന്തോഷമുള്ള കാലമാണ് അല്ലേ. അപ്പോൾ വീണ്ടും ഒരു കർക്കിടക മാസം വന്നു. നമുക്കെല്ലാവർക്കും ഒത്തുചൂടി അമ്പലങ്ങളൊക്കെ പോയി പ്രാർത്ഥിച്ച് നല്ല ചിന്തയോടുകൂടി മുന്നോട്ട് പോവാം. ഹരേ കൃഷ്ണ.